എന്റെ ഈ കണ്ണീരിന്റെ നനവിൽ വെറുമൊരു നിസ്സഹായനായി തണുത്തും വിറച്ചും മരവിച്ചു പോകാനുള്ളതല്ല എന്റെ മകന്റെ ജന്മം. കൊഴിഞ്ഞു പോകാനുള്ളതല്ല അവന്റെ സ്വപ്നങ്ങൾ. എനിക്കെന്റെ മകനെ തിരികെ തരണം. പകരമായിട്ട് നീ എന്ത് ചോദിച്ചാലും ഞാൻ തരും. തൃച്ചംബരത്തെ അളവറ്റ സ്വത്ത് മാത്രമല്ല, നീ പകരമായി ചോദിക്കുന്നത് എന്റെ ജീവനാണെങ്കിൽ അതും തരും ഞാൻ. കാൽ വഴുതി നിലത്ത് വീണാൽ ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾ വേഗം ഉണങ്ങും. എന്നാൽ വാക്കുകൾ കൊണ്ട് മറ്റൊരാളുടെ ഹൃദയത്തിന് ഏൽപ്പിക്കുന്ന മുറിവുകൾ ഉണങ്ങില്ല. എന്നും നീരി പുകയുന്ന ഓർമ്മകളായി അവശേഷിക്കും. അന്ന് എന്റെ മകനെ കാണാതായപ്പോ തൃച്ചംബരം കത്തിച്ച് ചാമ്പലാക്കാൻ മുടിയുതിർത്തിട്ട് കണ്ണകിയെ പോലെ വന്ന് വാക്കുകൾ കൊണ്ട് എന്റെ ഹൃദയം കീറി മുറിച്ചില്ലേ നീ? എന്നിട്ട് എന്തായി? എന്റെ ഹൃദയത്തിൽ നിന്ന് പറിച്ചെടുത്തുകൊണ്ടുപോയ എന്റെ മകനെ കുരുടനാക്കിയില്ലേ നീ? അന്നത്തെ ആ കണ്ണകി എല്ലാം ത്യജിച്ച സീതയായി മാറണം. മാറിയേ മതിയാകൂ. സ്വന്തം മകന്റെ ജീവൻ നഷ്ടപ്പെടുന്നതിന് മുൻപ് പണ്ട് ദേവേന്ദ്രൻ കർണനോട് ഭിക്ഷ ചോദിച്ചു വന്നില്ലേ? അതുപോലെ എന്റെ മകന്റെ ശേഷിച്ച ജീവിതം ഈരളടഞ്ഞു പോവാതിരിക്കാൻ ഈ അമ്മ മകന് വേണ്ടി നിന്റെ മുന്നിൽ കൈനീട്ടി നിൽക്കുക. എനിക്കെന്റെ മകനെ തിരികെ തരണം. ഞാൻ പോകുക. ഉചിതമായ ഒരു തീരുമാനമായിരിക്കണം നിന്റെ ഭാഗത്തുനിന്നുണ്ടാവേണ്ടത്. ഉണ്ടാവണം. മേഡം പറഞ്ഞിട്ട് പോയതൊക്കെ കേട്ടല്ലോ അല്ലേ? എന്റെ വല്യുഞ്ഞിനെ തിരിച്ചു കൊടുക്കണോന്ന്. വല്യുഞ്ഞിനെ പിരിഞ്ഞ് ഒരു നിമിഷമെങ്കിലും എനിക്ക് ജീവിക്കാനാവോ അമ്മ? അതും വല്യുഞ്ഞിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് ഈ അവസരത്തില് അമ്മയുടെ മകൾക്ക് അതിനാവുന്നു തോന്നുന്നുണ്ടോ അമ്മയ്ക്ക്? ഞാനൊന്ന് ചോദിച്ചോട്ടെ അമ്മ, കാഴ്ച നഷ്ടപ്പെട്ട് ഇരുളിലേക്ക് പോയത് എന്റെ ഭർത്താവല്ലേ? എന്റെ കഴുത്തിൽ താലി കെട്ടിയ എന്റെ ഭർത്താവ് എന്റെ ജീവിതമല്ലേ? ശരി ബ്രോ, എന്നാ ഇപ്പോഴേ പൊയ്ക്കോളൂ. ശരി ബ്രോ, കല്യാണി നാം പോവാം. ഞാൻ അവിടെ കാറിൽ വെയിറ്റ് ചെയ്യാം. ബ്രോ ഞാൻ ശരി.
നീ വേഗം പോകാൻ നോക്ക്. ചെല്ല. എത്ര ദിവസം ഒന്ന് കരുതിയാ നമ്മളെ കാത്തിരിക്കുന്നത്. ആനന്ദ് സാറിന് കാഴ്ച തിരിച്ചു കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നടത്തിയവരെ നിർത്തിയപ്പോ ജീവിതം വഴിമുട്ടിപ്പോയതാ. വീണ്ടും ഇപ്പോ സാറ് നമ്മുടെ എല്ലാം പ്രതീക്ഷകൾക്ക് വിപരീതമായി കമ്പനി ഉദ്ഘാടന ദിവസം അശുഭകരമായ സംഭവങ്ങളെയാണ് നേരിടേണ്ടി വന്നത്. എല്ലാവരുടെയും ഭാഗ്യദോഷം. ആനന്ദ് സാറിന് ഷോക്കേറ്റു. അദ്ദേഹം ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്. അപകടനില തരണം ചെയ്തു. പക്ഷേ അപ്പോ സാറ് പറയുന്നത് ഇനി ഈ കമ്പനി പ്രവർത്തിക്കില്ല എന്നാണോ? അങ്ങനെയല്ല ഞാൻ പറയുന്നത്. എന്നുവെച്ച് ഇനി കമ്പനി തുടർന്ന് പ്രവർത്തിക്കുമെന്നൊരു വാക്കും എനിക്ക് തരാനാവില്ല. ഇനി ഈ കമ്പനി തുടർന്ന് പ്രവർത്തിക്കാനൊന്നും പോകുന്നില്ല. ഉള്ള ജോലി കളഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത് അതിപ്പോ അബദ്ധമായി എന്നാ തോന്നുന്നത്. ഞാൻ ഓരോ സെക്ഷനിൽ നിന്നും ഓരോരുത്തരെ മാത്രം ഇന്നിങ്ങോട്ട് വിളിപ്പിച്ചത് കമ്പനിയുടെ മുന്നോട്ടുള്ള നീക്കങ്ങൾക്ക് ഒരു ധാരണയാവാത്തതുകൊണ്ടാണ്. ഞാൻ കമ്പനിയുടെ മാനേജറാണെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കുന്ന സാറിനോട് കമ്പനി വീണ്ടും തുടങ്ങുമെന്ന് ചോദിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാനും ഒരു മനുഷ്യനല്ലേ. അതുകൊണ്ട് തൽക്കാലം അരുൺ സാറാണല്ലോ. നമസ്കാരം. നമസ്കാരം. ഇത് അരുൺ സാർ, ആനന്ദകൃഷ്ണൻ സാറിന്റെ അനുജനാണ്. അറിയാം സർ. ഇപ്പോ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD അല്ലേ? അതെ. കല്യാണി മാഡത്തിനെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. നമസ്കാരം മാഡം. നമസ്കാരം. 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 മാഡം, സാറിന്റെ കാഴ്ച ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്. പക്ഷേ ട്രീറ്റ്മെന്റും ബിസിനസ്സുമായിട്ട് കൂട്ടിക്കുഴയ്ക്കണമെന്നില്ല. ഈ തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണന്റെ ബാക്ക്ഗ്രൗണ്ട് എന്നാ നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ലോകത്ത് ഏത് അറ്റം വരെ കൊണ്ടുപോകേണ്ടി വന്നാലും ബ്രോയുടെ കാഴ്ചശക്തി ഞങ്ങൾ വീണ്ടെടുത്തിരിക്കും എന്ന് കരുതി ഈ കമ്പനി നമ്മൾ പൂട്ടുന്നില്ല. നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിക്കണം. നമ്മൾ കമ്പനി നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. എത്രയും വേഗം നമ്മുടെ പ്രൊഡക്ട്സ് വിപണിയിൽ എത്തിക്കണം. സന്തോഷമായി സാർ. ഞങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം എപ്പോഴും ഉണ്ടാവും. എനിക്ക് മാനേജറായിട്ടൊരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ മാനേജർ നിങ്ങളെ അറിയിക്കും. ബ്രോ ചാർജ് എടുക്കുന്നവരെ ഏട്ടത്തിയായിരിക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. താങ്ക് യു സാർ. താങ്ക് യു. അപ്പോ നിങ്ങളൊക്കെ പോക്കോളൂ. മാനേജർ നിങ്ങളെ വിളിക്കും. ഓക്കെ? ശരി സർ. അപ്പൊ നിങ്ങൾ വരൂ. ഏട്ടത്തി വാ. അമ്മേ, ഇവിടെ വലിയവിന്റെ കണ്ണിന്റെ കാഴ്ച ഇതുവരെ കിട്ടിയില്ല അമ്മേ. സുജാതേച്ചിയുടെ ഫോണിൽ നിന്ന് വിളിച്ചപ്പോ ചിലപ്പോ ഇന്ന് ഡിസ്ചാർജ് ആവുമെന്നാ ചേച്ചി പറഞ്ഞേ. ഞാനെന്താ ഹോസ്പിറ്റലിൽ പോവാത്തേന്ന് അമ്മയ്ക്കറിയോ? അല്ലുവിനെ കണ്ട എനിക്ക് സഹിക്കില്ല അമ്മേ. പൊട്ടിക്കരഞ്ഞോ ഞാൻ. എന്റെ സങ്കടം എന്റെ ചേച്ചി സഹിക്കോ? എല്ലാം കൂടി പാവ എന്റെ ചേച്ചിയുടെ ചങ്ക് പൊട്ടിപ്പോവും. കല്യാണി. അച്ഛാ, അമ്മ വന്നില്ലേ? അമ്മേ. അമ്മേ, ഇന്ന് ഡിസ്ചാർജാ. എനിക്ക് കുഴപ്പമൊന്നുമില്ല.
അമ്മേ, അമ്മ കരയാണോ? ഞാനിന്ന് ഡിസ്ചാർജ് ആവുമല്ലേ അമ്മേ, പിന്നെ എന്തിനാ അമ്മ കരയുന്നേ? സന്തോഷം കൊണ്ടാ മോനെ. അമ്മേ, ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ടമ്മേ. മുന്നിൽ ഇരുട്ട് വീണെങ്കിലും എനിക്ക് എന്റെ അമ്മയെ തിരികെ കിട്ടിയല്ലോ. കണ്ണിറയെ കാണാൻ കഴിയുന്നില്ലെങ്കിലും മനസ്സ് നിറയെ എല്ലാ നല്ല ഓർമ്മകളും ഉണ്ടമ്മേ. എനിക്ക് സന്തോഷമായി. കല്യാണി, എന്താ ഇവിടെ? സൂക്ഷിക്കണം കല്യാണി. ശ്രദ്ധയോടെ ചെയ്യേണ്ടത് കൈവിട്ടുപോയാൽ അത് തീർത്താൽ തീരത്ത നഷ്ടവും വേദനയും സമ്മാനിക്കും. വീണ്ടും തിരിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ വല്ലാത്ത വില കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ പൂർണ്ണമായി അതിനെ ഉപേക്ഷിക്കേണ്ടിയും വരും. ബ്രോ ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ഇവിടെ നിന്ന ബ്രോയുടെ ജീവന് സുരക്ഷിതത്വം കിട്ടില്ലെന്ന് നീ അമ്മോട് പറഞ്ഞല്ലോ. അതിനെ കുറിച്ചാണ് എനിക്ക് അറിയേണ്ടത്. അത് ഞാൻ... നീ എന്താ എന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ വീണ്ടും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അരവിന്ദേ, ഞാനിപ്പോ ഇന്ത്യയിലെ മികച്ച ഐ സ്പെഷ്യലിസ്റ്റ് ആരാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ആനന്ദിന് വൈകാതെ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കണം. പാവം, ആ കല്യാണിയുടെ സങ്കടം കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ദേ, ഡോക്ടർ റാവുത്ത് നോക്കി, അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ ഒന്ന് നോക്ക്. നന്ദന വഴി മാറാൻ നോക്കാതെ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് മറുപടി പറ. എന്ത് മറുപടി? എന്താന്നോ? ബ്രോ ഇവിടെ നിൽക്കുന്നത് സുരക്ഷിതമല്ലെന്ന് നീ പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന്. അത് പിന്നെ ഈ ഒരു അവസ്ഥയില് ആനന്ദം കല്യാണിയും തമ്മിൽ പിരിയണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ അങ്ങനെ പറഞ്ഞത്. നന്ദന, നീ ഇങ്ങനെ വെറും വാക്ക് പറയില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്റെ ബ്രോ ഈ വീട്ടിൽ സേഫ് അല്ലെന്ന് നീ പറയണമെങ്കിലേ അതിന് തക്കതായിട്ടുള്ള എന്തോ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതെനിക്കറിയണം. അരവിന്ദ്, ഇപ്പൊ തന്നെ കല്യാണിയുടെ കഴുത്തിൽ താലി കെട്ടിയതിന്റെ ദോഷം കൊണ്ടാണ് ആനന്ദിന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടതെന്ന് അഖിലാന്റി വരെ വിശ്വസിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിപ്പിച്ചിരിക്കുന്നു. അങ്ങനെയുള്ളപ്പോ കല്യാണിയെ ഒരു കാരണവശാലും തൃച്ചംബരത്ത് നിർത്താൻ അഖിലാന്റി അനുവദിക്കില്ല. അതുകൊണ്ടാണ് ഞാനപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഞാൻ ചിലത് ചോദിച്ചാൽ നീ സത്യം മാത്രമേ പറയാവൂ. എന്നിൽ നിന്ന് നീ ഒന്നും ഒളിച്ചു വയ്ക്കില്ലെന്ന് എനിക്കറിയാം. എന്നാലും എനിക്കറിയണം, നിന്റെ നാവിൽ നിന്ന് എനിക്കത് കേൾക്കണം. എന്റെ മാഷെ, നമുക്കിടയിൽ നീയൊന്നും ഞാനൊന്നുള്ള വ്യത്യാസമില്ലെന്ന് മാഷ് തന്നെ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നിർദോഷമായിട്ടുള്ള ചില കള്ളങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അത് പിന്നീട് ഞാൻ മാഷെ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്. ഇനി എന്താ എന്റെ മാഷിനെ അറിയേണ്ടത്? ചോദിക്കേ. കല്യാണി, അമ്മ എന്നെ തൃച്ചംബരത്തേക്ക് ക്ഷണിച്ചപ്പോ എന്റെ ജീവന് സുരക്ഷ ഒരുക്കാമെങ്കിൽ മാത്രം മതിയെന്ന് നന്ദന പറയാൻ എന്തെങ്കിലും കാരണമുണ്ടോ? എന്റെ മാഷിന്റെ സുഖവും സന്തോഷവും ഒക്കെ കാത്തു സൂക്ഷിച്ച് നമ്മൾ ജീവിക്കും. ഒന്നിനും ഒരു കുറവുമില്ലാതെ. എന്റെ മാഷിന് ഇത്രയും വേഗം കാഴ്ച തിരിച്ചു കിട്ടും. നമ്മളെ വെളിപ്പെടുത്താൻ നമ്മളെ വെറുതെ പരീക്ഷിക്കണതാ. എല്ലാം മാറും. നമ്മുടെ ജീവിതത്തിലെ മാഷിന്റെ ഭാഷ പറഞ്ഞ വസന്തം വിരിയും. ഇപ്പൊ എന്റെ മാഷിന് എല്ലാ ഉത്തരങ്ങളും കിട്ടിയില്ലേ? എന്റെ മാഷെ,
എനിക്കുണ്ട് ചില ചോദ്യങ്ങള്. ഉത്തരങ്ങൾ മുൻകൂട്ടി അറിയാമെങ്കിലും കേൾക്കാനൊരു രസം, അതുകൊണ്ട് ചോദിക്കുന്നതാ. ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി തുടങ്ങിയോ എന്റെ ചെമ്പരത്തി കുട്ടിക്ക്? ജീവനില്ലാതെ കിടന്നാലും എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവില്ല മാഷെ. ഇതിന്റെയൊക്കെ കാരണക്കാരി ഞാനാണെന്ന് എന്നെ അറിയിക്കാതിരിക്കാനല്ലേ വല്ലുഞ്ഞിങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് വല്യുഞ്ഞെ, എന്റെ താലിദോഷ ഇതിനൊക്കെ കാരണമെന്ന്. ഏത് നശിച്ച നിമിഷത്തിലാ വല്യുഞ്ഞെ എന്നെ സ്നേഹിക്കാൻ തോന്നിയത്. ഒരു രാജകുമാരനെ പോലെ കഴിഞ്ഞിരുന്ന വല്യുഞ്ഞിപ്പോ. കല്യാണി, ഞാൻ എന്നെ കണ്ടിട്ടുള്ളത് നിന്റെ കണ്ണുകളില്ല. നീ എപ്പോഴും പറയുന്നത് പോലെ അതെന്റെ കണ്ണുകളാ. നിന്റെ കണ്ണുകളുള്ളപ്പോ എനിക്കെങ്ങനെയാ കല്യാണി കാഴ്ച നഷ്ടപ്പെടുന്നത്? ആന്റി ഉറങ്ങിയോ? നിന്നോടാരാ എന്നെ വിളിക്കാൻ പറഞ്ഞേ? ഞാൻ പ്രതീക്ഷിച്ച അതേ പ്രതികരണം. ആന്റിയുടെ പ്രതികരണം ഇത് തന്നെ ആയിരിക്കും അറിഞ്ഞിട്ടും ഈ രാത്രി ഞാൻ ആന്റിയെ വിളിക്കണമെങ്കിൽ അത് എത്ര ഇമ്പോർട്ടന്റ് ആയ കാര്യമായിരിക്കണമെന്നെങ്കിലും ആന്റി എന്താ ചിന്തിക്കാത്തെ? ആന്റി നാളെ ഒരു കമ്പനി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നെന്ന് കേട്ടല്ലോ. അതിനെന്താ, എനിക്ക് നിന്റെ മുൻകൂർ അനുവാദം വേണോ? ഏയ്, എന്റെ അനുവാദം ഒന്നും വാങ്ങണ്ട. പക്ഷേ എനിക്കൊരു സംശയം. നാളെ ആന്റി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് AK ഹെർബൽ ബ്യൂട്ടി കമ്പനി അല്ലേ? അതിലെ AK, what is the full form of AK? Is it Anand Kalyani or Akhilandeshwari Kalyani? What? ആനന്ദിന് ആന്റിയും കല്യാണിയും ഒരുപോലെ പ്രിയപ്പെട്ടതായതുകൊണ്ട് ആനന്ദ് തുടങ്ങുന്ന കമ്പനിക്ക് അഖിലാണ്ടേശ്വരി കല്യാണി ഹെർബൽ ബ്യൂട്ടി കമ്പനി എന്നിടാനാണ് കൂടുതൽ സാധ്യത. ഏതായാലും ആ കല്യാണിയെ സമ്മതിച്ചു കൊടുക്കണം ആന്റി. വെറും ഒരു ഡ്രൈവറുടെ മകളായിട്ട് വന്നിട്ട് അവളുടെ പേര് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ പേരിനൊപ്പം ചേർത്തില്ലേ? that is AK. അതാണ് വിൽ പവർ. ഹലോ, ഞാൻ പിന്നെ വിളിക്കാം. ആരായിരുന്നു ഫോണില്? നാഗമഠത്തെ പ്രിയങ്കയോ ഗംഗയോ? ദേ നന്ദന, വാക്കുകളൊക്കെ സൂക്ഷിച്ചുപയോഗിക്കണം. തൃച്ചംബരത്തിന്റെ ശത്രുക്കൾ എന്ന് ഈ വിലാസിനിയുടെ ശത്രുക്കളാ. അവൾ ഈ കുടുംബത്തെ ചതിക്കുകയാണെന്ന് അറിഞ്ഞപ്പോ ആ മണ്ഡപത്തിൽ വെച്ച് തന്നെ അവളെ തല്ലിക്കൊല്ലാനാ എനിക്ക് തോന്നിയത്. പിന്നെ ഒരു കൊലപാതകം വേണ്ടെന്ന് വെച്ചു. കൊലപാതകം അത് തന്നെയാണല്ലോ ലക്ഷ്യം. അഖിലാന്റിയുടെ മരവിന്ദിന്റെ മുന്നിൽ വെച്ച് നടന്നതെല്ലാം ഞാൻ പറയാതിരുന്നത് എന്റെ സന്മനസ്സുകൊണ്ടൊന്നും അല്ല, സഹദേവൻ ഇളയച്ചൻ എന്ന ഒരാളെ കരുതിയിട്ട. തൃച്ചംബരം തുല്യമായി പങ്കിട്ടെടുക്കാനുള്ള പദ്ധതി. അതിനെനിക്ക് അഖിലയുടെ മുമ്പിൽ തെളിവുകളൊന്നും ഹാജരാക്കേണ്ട കാര്യമില്ല. കമ്പനിയുടെ ഭാഗം ആവശ്യപ്പെട്ടുകൊണ്ട് നീ നടത്തിയ നാടകങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയാ മതി. നിങ്ങളിനി എത്ര വലിയ മഹാസത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ പോലും തൃച്ചംബരത്തെ തൂണും തുരുമ്പും പോലും ഇത് വിശ്വസിക്കില്ല. കാരണം നിങ്ങളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഇവിടെയുള്ള ഓരോ അണുവിനും അറിയാം. പിന്നെ ഞാൻ അടങ്ങിയിരിക്കുന്നത് വന്നു കയറിയ കുടുംബത്തിന്റെ സമാധാനം ഞാനായിട്ട് തകർക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അതുമാത്രമല്ല, നിങ്ങളുടെ ഏത് കുതന്ത്രവും എന്നാൽ കഴിയും വിധം ഞാൻ തടഞ്ഞിരിക്കും. നിന്റെ ഈ വിചാരമാണല്ലോ ഈ വിലാസിനിയുടെ വിജയം.
അയ്യോ, അതെനിയും നിനക്ക് മനസ്സിലായില്ലല്ലേ? എന്താ അവിടെ? എന്താ നിങ്ങളോടാ ചോദിച്ച എന്താ ഇവിടെ? അത് നീ നിന്റെ അച്ഛയോട് ചോദിക്കേ. എന്താ നന്ദനെ? ഒന്നുമില്ല അരവിന്ദ്. പിന്നെ എന്തായിരുന്നു ഇവിടെ ഇളയമ്മയായിട്ട് നിങ്ങള്? സ്ഥിരം പല്ലവി തന്നെ. കല്യാണിയുടെ താലിദോഷം കൊണ്ടാണ് ആനന്ദിന് ഈ ഗതി വന്നതെന്ന്. കല്യാണി ഒരു പാവമായതുകൊണ്ട് ആർക്കും അവളുടെ അങ്ങ് തോളിൽ കേറാലോ. ഇളമേ, ഒരു പഴമൊഴി ഉണ്ടല്ലോ, പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിട്ടാലോ ആ കുഴല് മറ്റേ വളഞ്ഞു തന്നെയിരിക്കും. അതുകൊണ്ട് ഉപകാരം ചെയ്തില്ലേലും ഉപദ്രവിക്കരുത്. ഇതൊരു അപേക്ഷ. എനിക്ക് പെട്ടെന്നങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല ഗംഗയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന്. അതും നീ പോലും അറിയാതെ. അതെ ശ്രേയേട്ടാ, ഒരു നിമിഷം വർമ്മയങ്കിൾ അവളോടൊപ്പം ഉണ്ടാവുമെന്ന് ഞാനൊന്ന് സംശയിച്ചു. പക്ഷെ ഇല്ല, ഇത് ഗംഗ ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്ത കാര്യമാണ്. തൃച്ചംബരത്തിന്റെ രക്തം ഊറ്റിക്കുടിക്കാൻ നടക്കുന്ന ഉഗ്രരക്ഷസാണവൾ. അവൾ ഇരുൾമറ നീക്കി പുറത്തേക്കിറങ്ങിയപ്പോ തൃച്ചംബരത്തിന്റെ ഒരു ഭാഗം ഇരുളായി ശ്രീയേട്ടാ. ആനന്ദാണ് കമ്പനി തുടങ്ങാൻ പോകുന്നതെന്ന് അഖിലെ അറിയിക്കുമ്പോഴും അഖില ആ കമ്പനി ഉദ്ഘാടനം ചെയ്യരുതെന്ന ഒറ്റ ലക്ഷ്യമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അത് അഖിലെ ഇത്രത്തോളം തളർത്തുന്ന ഒരു മുഹൂർത്തമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. തളർന്ന മനസ്സുമായി നിൽക്കുന്നവരെ തോൽപ്പിക്കാൻ എളുപ്പമാണ്. നമുക്ക് ഈ അവസരം. അതെ, തളർന്നു നിൽക്കുന്ന അഖിലെ വീണ്ടും തളർത്തണം. അതിനൊരായിരം വഴികളുണ്ട്. ഏതായാലും ശ്രീയേട്ടൻ വിശ്വസ്തനായൊരു മാനേജറുടെ റോളിൽ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലുണ്ടല്ലോ. ബാക്കിയൊക്കെ ഞാൻ വഴിയെ പറയാം. എന്തായാലും അഖിലയുടെ പതനം ഉറപ്പാ. അവളുടെ ഒരു കസിനുണ്ട്, ഒരു ഡോക്ടർ കൃഷ്ണകുമാർ, ഒഫ്താൽമോളജിസ്റ്റ്. അടുത്ത വീക്കില് നാട്ടിൽ വരുന്നുണ്ടെന്ന്. ആനന്ദിനെ ഒന്ന് കാണിക്കണം. ഡോക്ടർ മിടുക്കനാണെന്നാ കേട്ടത്. നന്നായി അഖില. ഞാനും വിദേശത്ത് നിന്ന് ഏതെങ്കിലും ഡോക്ടേഴ്സിനെ വരുത്തിയാലോ എന്ന് ചിന്തിക്കുകയായിരുന്നു. അതിനുവേണ്ടി പല ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്തു. കൃഷ്ണേട്ടൻ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? മറ്റൊന്നുമില്ല, അമ്മ എന്ന നിന്നിൽ അത്ഭുത പ്രതിഭാസത്തെ നോക്കി കാണുകയായിരുന്നു. സ്വന്തം മകൻ ഇരുളിത്തപ്പുന്നത് എന്റെ അകലേക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലേ? സ്വന്തം കാര്യങ്ങളെല്ലാം നോക്കി ജീവിച്ച ആളല്ലേ എന്റെ ബ്രോ. കുടുംബത്തിന്റെ കാര്യം നോക്കി അച്ഛനും അമ്മയെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്തു. എന്നെ ജീവന തുല്യം സ്നേഹിച്ചു. എന്നിട്ടും എന്തു വലിയൊരു ശിക്ഷ എന്റെ ബ്രോയുടെ മേലൊന്ന് പതിച്ചിരിക്കുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നന്ദന. വിഷമിക്കാതെ അരവിന്ദ്, ആനന്ദിന്റെ ഈ അവസ്ഥയൊക്കെ മാറുമെന്ന് വിശ്വസിക്കേ. ഇല്ലാതെ നമ്മളിപ്പോ എന്ത് ചെയ്യാനാ? എല്ലാവർക്കും ഒരു ഹീറോ ആയിരുന്നു എന്റെ ബ്രോ. എനിക്കെന്റെ ഐഡിയൽ മാൻ. എല്ലാവരും അവരവരുടെ അച്ഛനും അമ്മയും അനുകരിച്ച വളരുന്നു. പക്ഷെ ഞാൻ അനുകരിച്ചത് എന്റെ ബ്രോയെ. ചെറുപ്പക്കാരെ ചെയ്യുന്ന ഒരു തെറ്റുപോലും എന്റെ ബ്രോ ചെയ്തിട്ടില്ല. അമ്മയുടെ കണ്ണിൽ മാത്രം തെറ്റായി തോന്നിയൊരു കാര്യം കല്യാണിയോടുള്ള ഇഷ്ടമായിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തീരുമായിരുന്നു എന്നറിഞ്ഞിരുന്നെങ്കിൽ അതുപോലും ചെയ്യില്ലായിരുന്നു എന്റെ ബ്രോ. അതെനിക്കുറപ്പാ. അന്ധമായി അമ്മയെ വിശ്വസിച്ചതുകൊണ്ടാ എന്റെ ബ്രോയ്ക്ക് അങ്ങനെയൊക്കെ പറ്റി.
കല്യാണിക്ക് അമ്മ നൽകിയ പരിഗണന, ബ്രോയോടുള്ള അമ്മയുടെ അതിരി കടന്നിട്ടുള്ള സ്നേഹം, അപ്പൊ ഈ കല്യാണത്തിന് അമ്മ അനുമതി നൽകുമെന്ന് പാവം ബ്രോ വിശ്വസിച്ചു പോയി. പക്ഷെ അമ്മയുടെ സിരകളിലോടുന്നത് പഴയ മാടമ്പിമാരുടെ രക്തമാണെന്ന് എന്റെ ബ്രോ അറിഞ്ഞിരുന്നില്ല. ബ്രോ മാത്രമല്ല, ഞാനോ അച്ഛനോ എന്തിന് നീ പോലും അറിഞ്ഞില്ലെന്നല്ലേ സത്യം. അരവിന്ദ്, ഈ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഒരു ദിവസം 1000 പ്രാവശ്യം പറയുമല്ലോ ബ്രോ ബ്രോ എന്ന്. ആ ബ്രോയ്ക്ക് ഇപ്പൊ പറ്റിയിരിക്കുന്ന ആപത്ത് കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടു എന്നുള്ളതാ. ഒരിക്കലും കാഴ്ച തിരിച്ചു കിട്ടില്ല എന്ന് ഒരു ഡോക്ടറും പറഞ്ഞിട്ടില്ല. മെഡിക്കൽ സയൻസിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. നമ്മളെല്ലാവരും കൂടി പരസ്പരം പഴി പറയാതെ ആനന്ദിന് കാഴ്ച തിരിച്ചു കിട്ടാനുള്ള വഴി നമുക്ക് എന്ത് ചെയ്യാം? അതിനെക്കുറിച്ച് ചിന്തിക്കേ പ്ലീസ്. ഓ, അത് ഞാൻ മറന്നു. പത്രം ഇംഗ്ലീഷാണല്ലോ അല്ലേ? നാളെ മുതല് മലയാളം പത്രം വാങ്ങിയാൽ മതി. അതാവുമ്പോ തനിക്കെന്നെ വായിച്ച് കേൾപ്പിക്കാമല്ലോ. വായിക്കാൻ പറ്റില്ലെന്ന് ഞാൻ. എന്നാരാ പറഞ്ഞത്? എന്റെ കണ്ണുകൾ ഇനി നിന്റെ കണ്ണുകളാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതിലൂടെ ഞാൻ എല്ലാം കാണും, എല്ലാം അറിയും. അതുകൊണ്ട് തന്നെ നിന്റെ ഈ കണ്ണുകൾ നിറഞ്ഞ് കാഴ്ച മങ്ങരുത്. അത് ആനന്ദിന്റെ ജീവിതം കൂരിരട്ടിലാക്കും. മോനെ, ഒന്നും പറ്റിയില്ലല്ലോ നിനക്ക്? അമ്മേ, അമ്മേ, ഇത് ബ്ലഡ് ആണല്ലോ അമ്മേ. അമ്മേ, എന്താ ഇത്? അമ്മയുടെ കൈ മുറിഞ്ഞിരിക്കുക. അമ്മ എന്താ ഈ കാണിക്കുന്നേ? എന്തിനാണെന്നോ? നീ വെട്ടുകത്തിയ ചവിട്ടി കാല് മുറിയാതിരിക്കാൻ അമ്മ കൈയെടുത്ത് വെച്ചതാ. ആ, നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോയവർക്കൊന്നും പെറ്റമ്മയുടെ വേദന അറിയില്ലല്ലോ. അരവിന്ദ്, അമ്മയുടെ കൈ മുറിഞ്ഞിട്ടുണ്ട്. ബ്രോ, എടോ, അമ്മയുടെ കൈയിൽ നിന്ന് ബ്ലഡ് വരുന്ന കാണുന്നില്ലേ? നീ ഹോസ്പിറ്റലിൽ കൊണ്ടുപോ അമ്മേ. ബ്രോ, ഇപ്പൊ കൊണ്ടുപോവാം. ബ്രോ, നമുക്ക് അവിടെ ഇരിക്കാം. ഞാൻ കൊണ്ടുപോവാം. സൂക്ഷിച്ച്. ബ്രോ, ഇവിടെ ഇരിക്കും. നമുക്ക് വേഗം ഹോസ്പിറ്റലിലേക്ക് പോവാം. അതിന്റെ ആവശ്യമില്ല. അരവിന്ദ്, നീ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്ക്. കൊണ്ടുപോയേ പറ്റൂ. ശരി ബ്രോ, കൊണ്ടുപോവാം. കല്യാണി, നടക്കുമ്പോഴൊക്കെ ആനന്ദിനെ സൂക്ഷിക്കണം. കല്യാണി, ശ്രദ്ധിക്കണം.